Hi, Devdattan. Welcome to Homely Narratives. ദൃശ്യം 3 ഒരു ജിത്തു ജോസഫ് സിനിമ. പാർട്ട് 1, 2 നമ്മൾ കണ്ടിട്ടുള്ള സെയിം ടെംപ്ലേറ്റിൽ തന്നെയാണ് തേർഡ് പാർട്ടും വന്നിട്ടുള്ളത്. അതിലൊരുപാട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ആസ് യൂഷ്വൽ ആ ജിത്തു ജോസഫ് സിനിമയുടെ എല്ലാ പേർക്സും ഉൾക്കൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു പ്രോപ്പർ ഇമോഷണൽ ഡ്രാമയായിട്ട് തന്നെ ട്രാവൽ ചെയ്ത് പോകുന്നത്. ടു ദി സെക്കൻഡ് പാർട്ട് നമുക്ക് ആ ഡയറക്ടറിൻ്റെ മുമ്പത്തെ ആ ഫ്രാഞ്ചൈസിലുണ്ടായിരുന്ന ഉന്നത സിനിമകളുടെ പോലെ തന്നെ അതിനൊന്ന് പതിയെ ടെൻഷനെല്ലാം ബിൽഡ് ചെയ്ത് ഒന്നുകൂടെ ആ പടത്തിനെ ഭയങ്കര എൻഹാൻസ് ചെയ്ത് ആ പടത്തിൻ്റെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് പോയിന്റിലേക്ക് അതിനെ വ്യക്തമായിട്ട് തന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറഞ്ഞാലും അതൊരു സ്പോയിലറായിട്ട് മാറും. എല്ലാവരും ആ സിനിമ പോയി കാണണം. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടു. അങ്ങനെ ഒരു മോശം സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആ പടം കണ്ടതാണ്, എനിക്ക് ശരിക്കും മനസ്സിലായതുമാണ് ആ സിനിമ. എനിക്കത് ഒരു മോശം സിനിമയായിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. അതൊരു നല്ല സിനിമ തന്നെയാണ്. ആളുകളുടെ എക്സ്പെക്റ്റേഷൻസിന് ഒത്ത് മീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് സെക്കൻഡ് പാർട്ടിൽ കിട്ടിയ ഒരു സിനിമാറ്റിക് ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ദൃശ്യം അങ്ങനൊരു സിനിമയല്ല. അപ്പോൾ നമ്മളത് ഡിമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളത് ആവശ്യപ്പെടാൻ പാടില്ല. ദൃശ്യം 1 എന്ന സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ അല്ലെങ്കിൽ ഒരു 2 തന്നൊരു സിനിമാറ്റിക് ഹൈ ഒന്നും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പില്ലായിരിക്കാം, അത് ലാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ എന്നൊരു ഹീറോ, ആ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. നമ്മൾ 1ഉം 2ഉം കണ്ടിട്ടുള്ള അതേ മോഹൻലാലിനെ തന്നെ, അതേ ജോർജ് കുട്ടീനെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ആ ജോർജ് കുട്ടിക്ക് വന്നിട്ടുള്ള ഒരു ഇമോഷണൽ ഹെവിനെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത്ര പെർഫെക്റ്റായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് സ്ക്രീനിൽ. ഇതിനപ്പുറത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ആ സിനിമ കണ്ടറിയേണ്ടത് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ സിനിമ ഫ്രാഞ്ചൈസിയിലത്തെ ലാസ്റ്റ് സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നതും ഞാൻ കരുതുന്നതും. ഐ റിപ്പീറ്റ്, ഞാൻ കരുതുന്നു. സീ യു അഗൈൻ.